ഇന്ന് 2024 ജനുവരി 30 LP-UP പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട ഏറ്റവും അവസാനത്തെ ദിവസം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് ഇനിയും കുറേയധികം ആളുകൾ അപേക്ഷ അയക്കാനുണ്ട് എന്ന് തന്നെയാണ്. എവിടെ അപേക്ഷ അയക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ് പലരും. ഇനിയും ആശയക്കുഴപ്പത്തിന് പ്രസക്തിയില്ല. ഒരുപക്ഷെ അവസാന ദിവസം PSCയുടെ സൈറ്റ് ഹാങ് ആയാൽ നിങ്ങൾക്ക് ഇനി അയക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അത് ചെയ്യുക. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ പഠനം ആരംഭിക്കുകയാണ്. പലരും വളരെ മുമ്പ് തന്നെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. പഠനം ആരംഭിക്കുന്നതിന് മുൻപ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്തു പഠിക്കണം എന്നത്. PSC 2024 LP-UP സിലബസ് റിവൈസ് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സിലബസിന്റെ പൂർണ്ണ രൂപം ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. LP-യുടെയും UP-യുടെയും സിലബസ് PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ ആളുകളും സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാനായി പരിശ്രമിക്കുക. കഴിയുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയൊരു ചാർട്ട് പേപ്പർ വാങ്ങി ഒരു പേപ്പറിൽ തന്നെ വരുന്ന രീതിയിൽ, ഒരു ചാർട്ടിൽ തന്നെ വരുന്ന രീതിയിൽ ഭാഗം തിരിച്ച് എഴുതി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണോ ചിലവഴിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഒട്ടിച്ചു വച്ചാൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഭാഗത്തെ കുറിച്ചൊരു ധാരണയുണ്ടാവും. നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഈ ഒരു ചിന്ത വരുന്നതിന്, അതേക്കുറിച്ച് തന്നെ എപ്പോഴും ഓർക്കുന്നതിന്, പഠനത്തിനൊരു തീഷ്ണതയും തീവ്രതയും വരുന്നതിന് അത് സഹായകമാകും. ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അത്രയും തീഷ്ണമായി പഠിക്കുന്നവർ അത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരമാവധി കഴിയുന്ന ആളുകൾ അത് ചെയ്യുക. ഞാൻ അതിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ടുണ്ട്. 8 പേജാണ് ഉള്ളത്. അതിൽ വളരെ വിശദമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് PSCയുടെ സൈറ്റിന്റെ ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അതിനാർക്കെങ്കിലും കഴിയുന്നില്ല എങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ PDF അയച്ചു തരുന്നതായിരിക്കും. LP-യും UP-യും തരംതിരിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും രണ്ടും ഒന്നു തന്നെയാണ്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ ഇവിടെ പറയാം. കേരള ചരിത്രം, ലോക ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങി ചരിത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, ഇത്രയും ഭാഗങ്ങൾ ചേർന്ന് 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. സയൻസിൽ നിന്ന് 20 മാർക്കാണ്. ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്ക്, ബയോളജി 6 മാർക്ക്. അങ്ങനെ 20 മാർക്കാണ് സയൻസിൽ പറയുന്നത്. അങ്ങനെ ഇത്രയും ഭാഗം കൂടി 35 മാർക്കാണ് വരുന്നത്. ഇതിന്റെ കറണ്ട് അഫയേഴ്സ് ഒരു 10 മാർക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും കറണ്ട് അഫയേഴ്സ് ഒരു 10നും 12നും ഇടയിൽ മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കൃത്യമായി പത്രം വായിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യമായി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ആണ് ശരിക്കും റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം. എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നമുക്ക് കൃത്യം ധാരണയില്ലാത്തൊരു മേഖല ഈ പറയുന്ന ആനുകാലിക സംഭവങ്ങളാണ്. അതിനുശേഷം സിമ്പിൾ അരിത്തമെറ്റിക്സ്, ലഘുഗണിതം 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പറയുന്നത്. വിദ്യാഭ്യാസവും ചൈൽഡ് സൈക്കോളജിയും 20 മാർക്ക്. അത് നിങ്ങൾ TTCക്കോ BEdനോ ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അങ്ങനെ എല്ലാം കൂടിയാണ് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ 1 മുതൽ 10 വരെ ക്ലാസുകൾക്ക് SCERT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുകയും അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം
സിമ്പിൾ അരിത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് എല്ലാവരും സാധാരണ PSC യുടെ ഒരു പാറ്റേൺ പഠിച്ചുകൊണ്ട് പോയി. എന്നാൽ അവിടെയാണ് പലർക്കും പണി കിട്ടിയത്. സ്കൂൾ ക്ലാസ്സുകളിലുള്ള ലഘുഗണിതമാണ് കൂടുതലും അവിടെ ചോദിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനായി പരിശ്രമിക്കുക. അതോടൊപ്പം ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇതുപോലെ ചോദിക്കണമെന്നില്ല. ഇത് കൂടാതെയും ചില കാര്യങ്ങൾ ചോദിച്ചുകൂടായികയുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം സിലബസ് പൂർണ്ണമായും നിങ്ങൾ കവർ ചെയ്യുക. ഉറപ്പായും 80% മുകളിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ഒരു 20% കാര്യങ്ങൾ ഒരു പക്ഷേ ഇതിന് പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചോദിക്കാം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായി പരിശ്രമിക്കുക. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇതേ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലയിലും എത്ര അപേക്ഷകരുണ്ട് എന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട വീഡിയോസും അപ്ലോഡ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി, നന്നായി പഠിക്കുന്ന എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.